morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹന്നയുടെ ജീവിതത്തിനകത്ത് തലമുറയില്ലാതിരിക്കുന്ന ഹന്ന, എന്നാൽ അവളുടെ പ്രതിയോഗി അവളെ എപ്പോഴും വിഷമിപ്പിച്ച് മുഷിപ്പിച്ചു കൊണ്ടിരുന്നു, കുറ്റം പറഞ്ഞ് മുറിപ്പെടുത്തി. അന്നത്തെ കാലത്ത് മക്കളില്ലാതിരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ശാപം. അപ്പൊ അവരത് പറഞ്ഞ് അവളെ മുറിപ്പെടുത്തി നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ ആണ്ടുതോറും ആലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവളെ മുറിപ്പെടുത്തുന്ന പ്രതിയോഗി എല്ലാ വർഷവും ആണ്ടുതോറും ആലയത്തിൽ പോകുമ്പോഴാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വേറെ ഒരിക്കലും അല്ല. അപ്പൊ ഈ ആലയത്തിൽ പോകുന്നത് ഒഴിവാക്കിയ പോരെ, ആ മുഷിപ്പും ആ നിന്നയും പരിഹാസമൊക്കെ ഒഴിവാക്കാമല്ലോ. പക്ഷെ ഹന്ന ഒരു കാര്യം ചെയ്തു, ആ മുഷിപ്പിനെയോ ആ അപവാദത്തെയോ ആ കുറ്റപ്പെടുത്തലിനെയോ ആ നിന്നയോ കാര്യമായിട്ട് എടുക്കാതെ അവൾ ദേവാലയത്തിലേക്ക് മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു. മാത്രമല്ല, ആ പ്രതിയോഗി അവളോട് പ്രതികരിച്ചപ്പോ ഹന്നയുടെ പ്രതികരണം അവളുടെ പ്രതിയോഗിയോട് ആയിരുന്നില്ല, അവർ ദൈവത്തോട് പറഞ്ഞു. അവളുടെ വിഷമം അവൾ ദൈവസന്നിധിയിൽ പകർന്നു. പുരോഹിതന് പോലും അവൾ മദ്യപിച്ചിരിക്കുന്നത് സംശയം തോന്നത്തക്കവണ്ണം അവൾ വ്യസനത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവ് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അത്ഭുതത്തെ അവൾ കണ്ടു. അവൾ കരഞ്ഞു. അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, മദ്യപിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ അതേ സ്ഥലത്ത് ഏത് ദേവാലയത്തിനകത്താണോ അവൾ കരഞ്ഞത്, ഏത് ദേവാലയത്തിനകത്ത് വെച്ചാണ് അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്, അതേ സ്ഥലത്ത് പിന്നത്തതിൽ അവളുടെ മകനാകുന്ന ശമൂവേൽ വന്ന് ശുശ്രൂഷിക്കത്തക്കവണ്ണം അവിടെ അറിയപ്പെടുന്ന പ്രവാചകനായി മാറുവാനായിട്ട് കർത്താവ് ഇടയാക്കി മാറ്റി. അതായത് ശമൂവേലിനെ ഹന്ന ദൈവസന്നിധിയിലേക്ക് കൊടുത്തു. തന്റെ കൂടെ നിന്ന് വളർത്തിയിരുന്നെങ്കിൽ ശമൂവേൽ ഒരു സാധാരണ ഹന്നയുടെ മകനെ നമ്മൾ അറിയപ്പെടാത്ത ഒരാളായിട്ട് പോയെങ്കിൽ, പക്ഷെ ദൈവസന്നിധിയിൽ വളരാൻ ഏൽപ്പിച്ചപ്പോ ഇന്ന് ഹല്ലേലൂയ അന്ന് ആ ജനതയുടെ രാജാക്കന്മാരെ അഭിഷേകിക്കുന്ന തലത്തിലേക്ക് ശമൂവേലിനെ കർത്താവ് മാറ്റി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഗിവപ്പ് ചെയ്യാൻ, വിട്ടുകൊടുക്കാൻ പല സാഹചര്യങ്ങൾ കണ്ടേക്കാം, മതിയാക്കി എന്ന് പറയാൻ പല സാഹചര്യങ്ങൾ കണ്ടേക്കാം. നിന്നയും പരിഹാസവും അപമാനവും അപവാദങ്ങളും പ്രിയപ്പെട്ടവരെ നിർത്തരുത്. നിങ്ങൾ അവരോട് പ്രതികരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ കർത്താവിലേക്ക് മുഖത്തേക്ക് നോക്കി, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ കരഞ്ഞ അതേ സ്ഥലത്ത്, ഹന്ന കരഞ്ഞ അതേ സ്ഥലത്ത് ഹന്നയുടെ മകൻ നിന്ന് ശുശ്രൂഷിക്കുക. നിങ്ങൾ കരഞ്ഞ അതേ സ്ഥലത്ത് നിങ്ങളുടെ തല ഉയർത്തി നിങ്ങളെ മഹത്വപ്പെടുത്തുന്ന, നിങ്ങളെ ഉയർത്തുന്ന നാൾ വരും. God bless you. Amen.